എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാപ്പിയാണിത്. കുറ്റിക്കാപ്പി. ചെറിയ ഏകദേശം ഒരു 5 അടി, മാക്സിമം ഒരു 6 അടി പൊക്കത്തിൽ മാത്രമേ ഈ കാപ്പി വളരത്തുള്ളൂ. നമ്മൾക്ക് റബ്ബർ തോട്ടം, തെങ്ങിൻ തോട്ടം, കമുങ്ങിൻ തോട്ടം, അങ്ങനെയുള്ള ഏതും ആയിക്കോട്ടെ, നമ്മൾക്ക് അവിടെയൊക്കെ ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇതിപ്പം റബ്ബർ തോട്ടമാണ്. ഇത് നാടൻ കാപ്പിയാണ്. ഞാനിവിടെ നാടൻ കാപ്പി കാണിച്ചു തരാം. നമ്മളും ഇതിങ്ങനെ വെറുതെ മുളച്ച് ഇതിങ്ങനെ കിട്ടുന്ന കായൊക്കെ പറിച്ചെടുക്കുന്ന ഒരു കാപ്പിയാണ്. ഇത് വെട്ടിയൊന്നും വിട്ടിട്ടില്ല. അതിന് തോന്നുന്ന പോലെയൊക്കെ അങ്ങ് വളർന്നു പോയി കിട്ടുന്നതൊക്കെ നമ്മൾ പറിച്ചെടുക്കാറാണ് പതിവ്. പിന്നെ ഒരു ഇടവിളയായിട്ട് ചെയ്യണം എന്നൊരു രീതിയിൽ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഈ കുറ്റിക്കാപ്പികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ കാപ്പിയുടെ തൈകളാണ്. ഇതിൻ്റെ കുരുകളൊക്കെ വീണിട്ട് മുളച്ചതാണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ട് ഇത് ഏകദേശം ഒരു 1/2 ഏക്കർ സ്ഥലമാണ് റബ്ബർ തോട്ടം. ഈ 1/2 ഏക്കറിൽ മാത്രം നമ്മളൊന്ന് നട്ടു നോക്കുകയാണ്, മൊത്തത്തിൽ നടുന്നില്ല. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞ് ഏകദേശം 1 വർഷമായ കാപ്പി തൈകളാണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെയുള്ള ട്രേകളിലാണ് കാപ്പി തൈകൾ വരുന്നത്. ഇതാണ് കാപ്പി തൈ. 1 വർഷം പ്രായമായതാണ്. ഇതാ നോക്കുക, ഇപ്പോൾ തന്നെ ഇതിന് കവര കൂത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മാക്സിമം പോയാൽ 5 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ്. മാക്സിമം ഒരു 6 അടിയേ ഇത് വളരത്തുള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് കവര കൂത്താൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ അതായി കാണിച്ചു തരാം. നല്ല ചൂടായിരുന്നു ഈ വർഷം. കുറച്ചൊക്കെ നമ്മൾ കരിഞ്ഞു പോയി. അവിടെ വേറെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത്ര ഒരു കാര്യമായിട്ട് ശ്രദ്ധയൊന്നുമില്ല. ജസ്റ്റ് ഒരു 1/2 ഏക്കറിലൊന്ന് നട്ട് നോക്കിയതാണ്, കിട്ടുന്നതാകട്ടെ എന്ന് വിചാരിച്ച്. ഇവിടെയുണ്ട്. ഇവിടെ കവരയൊന്നും കുത്തിയിട്ടില്ല. തെങ്ങിൻ തോട്ടത്തിലൊക്കെ നടുവാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇവിടെ കുറച്ചും കൂടി നല്ല ഇരുട്ടായിട്ടുള്ള സ്ഥലമാണ്. ഇതിന് ഏകദേശം ഒരു 50% നമ്മൾക്ക് സൂര്യപ്രകാശം കുറവേ വേണ്ടൂ. നല്ല തരിശായ സ്ഥലത്ത് നടാൻ 50% എങ്കിലും ചോല വേണം. ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ അകലമൊന്നും പിടിച്ചൊന്നുമല്ല. ഏകദേശം ഒരു 5 അടി നീളത്തിൽ 5 അടി ഡിസ്റ്റൻസിലാണ് ഓരോന്നും നട്ടിരിക്കുന്നത്. ഇതൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കണം. മലമ്പ്രദേശമാണ്, നല്ല ഉണക്ക് വരുന്നതാണ്. ഇവിടെയൊക്കെ നട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് വയ്ക്കുന്നുള്ളൂ. നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു റബ്ബർ തോട്ടത്തിൽ. അവിടെ പക്ഷെ നനയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്കിവിടെ നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഈ തരത്തിലൊക്കെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ചെറിയ അളവിലൊക്കെ ഒന്ന് നട്ടു നോക്കുക. ഇത് ഏകദേശം 4 രൂപ, ഒരു തൈക്ക് 4 രൂപ 2 രൂപ കണ്ട് ആയിട്ടുള്ളൂ. ചെറിയ പൈസ ആയിട്ടുള്ളൂ. നമുക്ക് വേറൊരു തോട്ടത്തിൽ ബാലൻസ് വന്നപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ അധികമായിട്ട് ഇതിനു വേണ്ടി പൈസ ചിലവാക്കിയിട്ട് പിന്നെ ഒരു പ്രശ്നമാവില്ലല്ലോ. നമുക്ക് ആദ്യം ചെറിയൊരു 1/2 ഏക്കറിൽ നട്ട് നോക്കിയിട്ട് ഇത് കണ്ടോ, ഇതിനിപ്പോഴേ എകരം കുത്തി വന്നിട്ടുണ്ട്. എല്ലാം ഒന്നും നല്ല രീതിയിൽ വന്നിട്ടില്ല. ആ പറമ്പിൽ നമ്മൾ കശുമാവ് നടുകയാണ്. ആദ്യം റബ്ബർ തോട്ടമായിരുന്നു. അത് ചെറിയ റബ്ബറാണ്. ഇത് നല്ല രീതിയിലുള്ള ഒരു ഉൽപ്പാദനവും മെയിൻ്റനൻസൊക്കെ കുറവ് വേണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തോട്ട് നടാം. അപ്പം ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വരുവാണ്. നിറയെ കളകളും ഈ ഒരുപാട് മരങ്ങളൊക്കെ മുളച്ച് വരുന്നുണ്ട്. അതൊക്കെ താഴെ നമ്മൾ ക്ലിയറാക്കി വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാടൻ കാപ്പി. അതിങ്ങനെ 1-2 ഇവിടെ നട്ടു. ബാക്കിയെല്ലാം കുരു മുളച്ചുണ്ടായതാണ്. പിന്നെ താല്പര്യമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ചെറിയ രീതിയിലൊന്ന് നട്ട് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സ്ഥലത്തിനും മഴയും വെയിലും അതേപോലെ തന്നെ നനയ്ക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാതെ നമ്മൾക്ക് ഇതിനധികം പൈസയൊന്നും ചിലവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നവർ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ നാടൻ കാപ്പികളാണ്. ഇതൊക്കെ ഈ വർഷം ഒന്ന് വെട്ടണം. ഇത് ഏകദേശം അറിയാമല്ലോ, ഒരാൾ പൊക്കത്തിൽ ഇത് വെട്ടിവിടാറാണ് പതിവ്.